നമസ്കാരം, ഞാൻ ജോൺ. മാസ്റ്റർ ഫൈൻഡറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോട്ടോർ ഇൻഷുറൻസിൽ പൊതുവെ എല്ലാവരും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു ടേമിനെ കുറിച്ചാണ്. NCB അഥവാ നോ ക്ലെയിം ബോണസ്. ഒരാൾ ഒരു മോട്ടോർ പോളിസിയിൽ ഒരു കൊല്ലം ക്ലെയിമില്ലാതെ ആ പോളിസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി അയാൾക്ക് കൊടുക്കുന്നൊരു സമ്മാനമാണ് നോ ക്ലെയിം ബോണസ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ മോട്ടോർ പോളിസിയിൽ 2 ടൈപ്പ് പോളിസി ഉണ്ട്. ഒന്ന് പാക്കേജ് ഇൻഷുറൻസ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്ന് പറയും, മറ്റൊന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്നും പറയും. ഇതിൽ പാക്കേജ് ഇൻഷുറൻസിന് മാത്രമേ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നുള്ളൂ. പാക്കേജ് ഇൻഷുറൻസിൽ 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് ഓൺ ഡാമേജ് പോർഷൻ, മറ്റൊന്ന് തേർഡ് പാർട്ടി സെക്ഷൻ. ഇതിൽ ഓൺ ഡാമേജ് പോർഷന് മാത്രമാണ് നോ ക്ലെയിം ബോണസ് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ഒരു കസ്റ്റമർ ഫുൾ കവർ പോളിസിയിൽ ഓൺ ഡാമേജ് ക്ലെയിമൊന്നുമില്ലാതെ ഒരു കൊല്ലം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ കൊല്ലം റിന്യൂ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് 20% NCB ലഭിക്കും. ഓൺ ഡാമേജ് പോർഷൻ്റെ ആ പ്രീമിയത്തിൽ നിന്നും 20% കുറച്ചുള്ള തുക മാത്രമേ ആൾക്ക് ആ ഓൺ ഡാമേജ് പോർഷനായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലം കൂടി ആൾ ക്ലെയിം ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് 25%, 3 കൊല്ലം കണ്ടിന്യൂസ് ആയി ക്ലെയിം ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്ക് 35%, 4 കൊല്ലം ക്ലെയിം ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലെയിം ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 45%, 5 കൊല്ലം കണ്ടിന്യൂസ് ആയി ക്ലെയിം ഇല്ലാതെ ആൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 6ാമത്തെ കൊല്ലം പോളിസി റിന്യൂ ചെയ്യുന്ന സമയത്ത് ആൾക്ക് 50%മാണ് NCB ആയിട്ട് ഒരു മോട്ടോർ പോളിസിയിൽ ഇൻഷുറൻസ് കമ്പനി അയാൾക്ക് കൊടുക്കുക. ഒരു ഇൻഷുറൻസ് പോളിസിയിൽ മാക്സിമം ലഭിക്കുന്ന നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് 50%. ആ പോളിസി പാക്കേജ് ഇൻഷുറൻസ് ആയി എത്ര കാലം അയാൾ റിന്യൂ ചെയ്യുന്നുവോ അത്രയും കാലം ഈ 50% നോ ക്ലെയിം ബോണസ് അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സ്വാഭാവികമായും ഒരു സംശയമുണ്ടാവും, നോ ക്ലെയിം ബോണസ് നമുക്ക് നഷ്ടപ്പെടുമോ? തീർച്ചയായിട്ടും നഷ്ടപ്പെടും. എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുക? ഒരു പോളിസിയിൽ ഓൺ ഡാമേജ് പോർഷനിൽ എന്തെങ്കിലും നമ്മളൊരു ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള നോ ക്ലെയിം ബോണസ് 0 ആവുകയാണ് ചെയ്യുക. അത് 20% ആയിക്കോട്ടെ, 35% ആയിക്കോട്ടെ, 50% ആയിക്കോട്ടെ, നമുക്കത് പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് ഒരു ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നോ ക്ലെയിം ബോണസിൻ്റെ കാര്യത്തിൽ സംഭവിക്കുക. ഒരിക്കൽ ക്ലെയിം ചെയ്ത് നമ്മുടെ നോ ക്ലെയിം ബോണസ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, വീണ്ടും ഒരു കൊല്ലം ക്ലെയിം ഇല്ലാതെ നമ്മൾ പോളിസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോ ക്ലെയിം ബോണസ് വീണ്ടും 1 തൊട്ട് തുടങ്ങും. അതായത് ആദ്യത്തെ ഒരു കൊല്ലം 20%, പിന്നെ വീണ്ടും 25%, 35%, 45%, 50%ത്തിലേക്ക് വീണ്ടും നമുക്ക് എത്തിക്കാനായിട്ടുള്ള അവസരമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ, നിർഭാഗ്യവശാൽ നമുക്ക് എപ്പോഴെങ്കിലും നോ ക്ലെയിം ബോണസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തിരിച്ച് 50%ത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, NCB എന്ന് പറയുന്നത് പോളിസി എടുക്കുന്ന ആൾക്കുള്ള ഒരു ബെനിഫിറ്റാണ്, അല്ലാതെ വാഹനത്തിനുള്ളൊരു ബെനിഫിറ്റല്ല. അതായത് ഒരാൾ വാഹനം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കുന്ന ആൾക്ക് ഒരിക്കലും ആ നോ ക്ലെയിം ബോണസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സംശയം വരും, നമ്മൾ ഇൻഷുറൻസ് പോളിസി മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റി പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അർഹമായിട്ടുള്ള നോ ക്ലെയിം ബോണസ് നഷ്ടപ്പെടുമോ എന്നുള്ളത്. പുതിയ കമ്പനിയിലും നമുക്ക് പഴയ കമ്പനിയിൽ ലഭിക്കേണ്ട അർഹമായിട്ടുള്ള NCB നമുക്ക് ലഭിക്കും. അതിനായിട്ട് പഴയ കമ്പനിയിൽ നിന്നുള്ള റിന്യൂവൽ നോട്ടീസിൽ ചിലപ്പോൾ NCB മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പോളിസി ഷെഡ്യൂളിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള NCB മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലത്തെ പോളിസി പീരീഡിൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ നമുക്ക് അർഹമായ NCB പുതിയ കമ്പനിയിൽ നിന്നും ലഭിക്കും. ചില ബിരുദന്മാരുണ്ട്, പഴയ കമ്പനിയിലുള്ള കാര്യങ്ങൾ പുതിയ കമ്പനി അറിയില്ലല്ലോ, അതുകൊണ്ട് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തേക്കാം എന്ന്. ധാരണ തെറ്റാണ്. ഇൻഷുറൻസ് കമ്പനികൾ തമ്മിൽ NCBയെ സംബന്ധിച്ചിട്ടുള്ള കത്തിടപാടുകൾ നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ തെറ്റാണെന്ന് തെളിഞ്ഞാൽ നമ്മൾക്ക് നൽകിയിരിക്കുന്ന NCB തിരിച്ചു പിടിക്കാനുള്ള അധികാരം ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടെന്ന് മാത്രമല്ല, നിർഭാഗ്യവശാൽ അതിനിടയിൽ എന്തെങ്കിലും ഒരു ക്ലെയിം ഉണ്ടാവുകയും ചെയ്താൽ നമ്മുടെ ക്ലെയിം എമൗണ്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ഇൻഷുറൻസ് കമ്പനിക്ക് മുന്നിൽ തെറ്റായിട്ടുള്ള NCB ഡിക്ലെയർ ചെയ്യരുത്. ഒരു വ്യക്തിക്ക് അയാളുടെ വാഹനം വിൽക്കുമ്പോൾ അയാളുടെ പേരിലുള്ള നോ ക്ലെയിം ബോണസ് വാങ്ങുന്ന വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ മുന്നേ മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ ഈ നോ ക്ലെയിം ബോണസ് വിൽക്കുന്ന വ്യക്തിക്ക് തൻ്റെ പേരിൽ നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സാധിക്കുമെന്നാണ് അതിനുള്ള ഉത്തരം. അതിനായി എന്താണ് അയാൾ ചെയ്യേണ്ടത്? ആ വ്യക്തി അയാളുടെ വാഹനം വിറ്റതിന് ശേഷം
ആ വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഓണറിൻ്റെ പേരും ഇൻഷുറൻസ് പോളിസിയിൽ പേര് മാറിയതിന് ശേഷം ആ ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് ഒരു അപേക്ഷ കൊടുക്കണം നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട്. ആ സർട്ടിഫിക്കറ്റിൽ അയാൾക്ക് അർഹമായിട്ടുള്ള നോ ക്ലെയിം ബോണസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. 3 കൊല്ലത്തിനകത്ത് അദ്ദേഹം വേറൊരു വണ്ടി വാങ്ങിക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ഇൻഷുറൻസ് പോളിസിയിൽ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നോ ക്ലെയിം ബോണസ് എൻറ്റർ ചെയ്ത് അയാൾക്ക് ഡിസ്കൗണ്ട് നേടാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നോ ക്ലെയിം ബോണസ് സെയിം കാറ്റഗറി വണ്ടിയിലേക്ക് മാത്രമേ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ബൈക്കിൻ്റെ പോളിസിയിൽ ലഭിച്ചിരിക്കുന്ന നോ ക്ലെയിം ബോണസ് സർട്ടിഫിക്കറ്റ് വേറൊരു ബൈക്ക് വാങ്ങിക്കുമ്പോഴേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കാർ വാങ്ങിക്കുമ്പോൾ ആ നോ ക്ലെയിം ബോണസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ തിരിച്ചും. ഇനി നമുക്ക് നിലവിലുള്ള NCB നഷ്ടപ്പെടുന്ന 2 സാഹചര്യങ്ങൾ കൂടി ഞാൻ വ്യക്തമാക്കാം. 1. കോംപ്രിഹെൻസീവ് പോളിസി എക്സ്പയറി ആയി 90 ദിവസത്തിനകത്ത് പുതുക്കാതിരിക്കുക. 2. നമ്മുടെ വാഹനം കാറ്റഗറി ചേഞ്ച് ചെയ്യുക. ഉദാഹരണത്തിന് ടാക്സി വണ്ടിയായിരുന്ന വണ്ടി പ്രൈവറ്റ് ആക്കുകയോ പ്രൈവറ്റ് വണ്ടി ടാക്സി വണ്ടി ആക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിലവിലുള്ള NCB ആ പോളിസിയിൽ നഷ്ടപ്പെടും. ഒരു കാര്യം ശ്രദ്ധിക്കുക, തേർഡ് പാർട്ടി ലയബിലിറ്റി മാത്രമുള്ള പോളിസിയിൽ നോ ക്ലെയിം ബോണസ് അപ്ലിക്കബിൾ അല്ല. അത് ഫുൾ കവർ, അതായത് കോംപ്രിഹെൻസീവ് പോളിസിയിലെ ഓൺ ഡാമേജ് പോർഷന് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. തേർഡ് പാർട്ടി മാത്രമുള്ള പോളിസിയിൽ നമ്മൾ എത്ര കാലം ക്ലെയിം ഇല്ലാതെ വണ്ടി ഓടിച്ചാലും നമുക്ക് പ്രീമിയത്തിൽ ഒരു ഡിസ്കൗണ്ടും ലഭിക്കുന്നതല്ല. മോട്ടോർ കോംപ്രിഹെൻസീവ് പോളിസികളിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് അഡീഷണൽ പ്രീമിയം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NCB പ്രൊട്ടക്ഷൻ കവർ ആഡ് ഓൺ കവറായിട്ട് ചെയ്യാവുന്നതാണ്. NCB പ്രൊട്ടക്ഷൻ കവറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്ലെയിം വന്നാലും നമ്മുടെ NCB നഷ്ടപ്പെടാതെ അത് റീറ്റേൺ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നോ ക്ലെയിം ബോണസിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ചെറിയ ക്ലെയിം ഉണ്ടാകുമ്പോൾ ക്ലെയിം ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്നാണ് ഞാൻ പറയുക. കാരണം പോളിസി ഹോൾഡർക്ക് നഷ്ടപ്പെടുന്ന NCB ആ ഒരു വർഷം മാത്രമല്ല വരുന്ന വർഷങ്ങളിലുള്ള പ്രീമിയത്തിനെയും എഫക്റ്റ് ചെയ്യുമെന്ന് ഓർത്താൽ 10,000 രൂപയ്ക്ക് താഴെയുള്ള ക്ലെയിമുകൾ കയ്യിൽ നിന്ന് നഷ്ടം സഹിച്ച് പണിയുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് എൻ്റെ പ്രചോദനം. വീണ്ടും ഒരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതുവരെ നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.